തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം. തെസ്സലോനിക്കർക്ക് എഴുതിയ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനുമായി ഞാൻ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരും. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പ്രവർത്തനത്താൽ മുന്നോട്ട് വന്ന തെസ്സലോനിക്ക വിശ്വാസികളോർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമല്ല, പ്രാർത്ഥനയുടെ പ്രത്യേകത രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. അപ്പോൾ പ്രാർത്ഥനയുടെ അത്യന്ത തലങ്ങളാണ്. ചുമ്മാ ഒന്ന് പ്രാർത്ഥിക്കുകയല്ലേ, ഇവിടെ ഉള്ളവരെ എന്നെ കണ്ടിട്ടും എല്ലാവരും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോവുമല്ല. പിന്നെയോ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആരെയാ? വിശ്വാസികളെ ഓർത്ത്, തെസ്സലോനിക്ക വിശ്വാസികളെ ഓർത്ത് രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു. എന്താ കാരണം? ഈ കൂട്ടു സഹോദരങ്ങളെ ഓർത്ത് മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. വിശേഷാൽ ശുശ്രൂഷ ചെയ്യുന്നവർക്കും വളരെ ഉത്തരവാദിത്വമുണ്ട്. സഭയിൽ വരുന്ന എല്ലാ വിശ്വാസികൾക്കും കൂട്ടു സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനുള്ള വളരെയധികം ഉത്തരവാദിത്വമുണ്ട്. ദൈവം നമ്മളോട് അത് ചോദിക്കും. നമ്മളോർത്ത് നമുക്ക് രക്ഷയൊക്കെ കൃപയാലാണ് ലഭിച്ചത്, സൗജന്യമായിട്ടാണ് ലഭിച്ചത്. നമ്മൾ കരയേണ്ട സ്ഥാനത്ത് കർത്താവ് ഉറക്കെ കരഞ്ഞു. അതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട്. നമ്മൾ ആരാധനയെ ചിന്തിച്ചു ഇല്ലയോ? കർത്താവ് ഉറക്കെ കരഞ്ഞു, ഉറക്കെ നിലവിളിച്ച് നമുക്ക് രക്ഷയൊരുക്കുക. അതുകൊണ്ടാണ് നമ്മൾ സ്തോത്രത്തോടെ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുന്നത്, ഉല്ലസിച്ച് ആനന്ദിച്ച്. എൻ്റെ ശിക്ഷാവിധി മാറിയല്ലോ, ഞാൻ ദൈവബദ്ധരായി തീർന്നല്ലോ, ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമല്ലോ. ചെറിയ കാര്യമാണോ നമ്മൾ മരണശേഷം സ്വർഗത്തിൽ പോകുന്നത്? അതിന് കാരണം കർത്താവ് ആ പാപക്കടമെല്ലാം കൊടുത്തു തീർത്തു. അവസാനത്തെ കാശും കർത്താവ് കൊടുത്തു തീർത്തൊരുക്കിയ രക്ഷ. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് പറയുന്നത് നമ്മൾ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം എന്ന് നോക്കിയേ. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. നിങ്ങളെ തന്നെയും ശ്രദ്ധിച്ചോ, നിങ്ങളെ തന്നെയും കർത്താവ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവസഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനും സൂക്ഷിച്ചുകൊള്ളുക. എന്ത് ഉത്തരവാദിത്വം! പൗലോസ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അപ്പം നിങ്ങളെ തന്നെയും, പിന്നെ കർത്താവ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. നമ്മൾ എന്തുകൊണ്ടാണ് സന്തോഷത്തോടെ ഉല്ലസിച്ച് ആനന്ദിക്കുന്നത്? കർത്താവ് സ്വന്തം രക്തത്താൽ നമ്മളെ സമ്പാദിച്ച സഭയെ മേയ്പ്പാൻ, പിന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനും സൂക്ഷിച്ചുകൊള്ളും. അതുകൊണ്ടാണ് പൗലോസ് പറയാണ്, എനിക്ക് നിങ്ങളുടെ മുഖം ഒന്ന് കാണണം, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കണം. അത് ഞാൻ രാവും പകലും വളരെ പ്രാർത്ഥനയോടെ വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ആ അത്യന്ത തലമാണ് വളരെ താല്പര്യത്തോടെ. നമുക്കറിയാം, നമ്മുടെ കൃപയുടെ അത്യന്ത ധനമെന്നൊക്കെ എഫേസ്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലത്തെ ഒരു ഭാഷാപ്രയോഗമാണ്. എഫേസ്യ ലേഖനം 2:6-7 വാക്യം വായിച്ചാൽ അറിയാം, കർത്താവായ യേശുക്രിസ്തു നമ്മളെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തം ധനത്തെ, അല്ലേ? ആ വാക്കും ശ്രദ്ധിച്ചു, അത്യന്തം പരം. അതുപോലെ എഫേസ്യ ലേഖനം 3:20 നാം ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തം പരമായി. റോമാലേഖനം 5:20 വായിച്ചാൽ അറിയാം, പാപം പരിഹരിച്ച കൃപയും അത്യന്തം വർദ്ധിച്ചു. ആ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചോ? ആ അത്യന്തമായ ഏറ്റവും ഉന്നത തലം. ഇതേ വാക്കാണ് പൗലോസ് പോയി. ഞാൻ പ്രാർത്ഥിക്കുകയല്ല, പിന്നെ വളരെ താല്പര്യത്തോടെ, പകല് മാത്രമല്ല രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ സഭയെക്കുറിച്ചുള്ള പൗലോസിൻ്റെ ആ വലിയ ഒരു സ്നേഹമാണ് അവിടെ കാണുന്നത് കേട്ടോ. സഭയെക്കുറിച്ച് പൗലോസിന് വളരെയധികം സ്നേഹമായിരുന്നു, കരുതലായിരുന്നു. നമ്മൾ അതുപോലത്തെ ഒരു കരുതലുണ്ടായിരിക്കണം. നമുക്ക് നോക്കാം എങ്ങനെയായിരുന്നു പൗലോസ് സഭയൊക്കെ കൂട്ടു സൗകര്യങ്ങൾ കരുതിയത്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യം നോക്കിയേ. അപ്പോസ്തല പ്രവൃത്തി 20:31. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഇവിടെ എഫെസോസുകളുടെ സഭയിലെ വിശ്വാസികളാണ് പറയുന്നത്. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത്
ഓർത്തുകൊള്ളു. ഇന്ന് ബുദ്ധി പറയാന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം. അതെങ്ങനെയാണ് പറഞ്ഞത്? 3 സംവത്സരം ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, സഭയിൽ വരുമ്പോൾ, അല്ലെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കണം അതിൽ ഇടപെടേണ്ടെന്ന് കാണുകയാണ്. പൗലോസ് നമ്മളെപ്പോലെ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരാളാണ്. ഇരിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. അപ്പോൾ നമുക്ക് സഭയെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം, സഭയെക്കുറിച്ചുള്ളൊരു ഭാരം, എൻ്റെ സഭ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അതിന് ദൈവം എനിക്ക് തന്ന ഉത്തരവാദിത്വം എന്തൊക്കെയാണ്, എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ, ദൈവം എനിക്ക് തന്ന കൃപാവരം എന്താണ്, ഞാൻ വീണ്ടും ജനിച്ച ആളാണോ, പരിശുദ്ധാത്മാവിന് വീണ്ടും ജനിച്ച ആളാണോ, നമ്മളെ തന്നെ പരിശോധിക്കണോ? നമുക്ക് നോക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 13-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 13-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യം. നിങ്ങളെ തന്നെ പരീക്ഷിപ്പി, പിന്നെ തന്നെ ശോധന ചെയ്യുവിൻ, പിന്നെ നിങ്ങൾ കൊള്ളരാത്തവരല്ല എന്ന് വരികിൽ. വായിച്ചോ? അല്ല, മൊത്തം വായിച്ചു. നിങ്ങൾ കൊള്ളരാത്തവരല്ല എന്ന് വരികിൽ. ആ വാക്ക് വായിക്കണം. അല്ല എന്ന് വരികിൽ. നമ്മൾ സാധാരണ, ഞാനെപ്പോഴും എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണ്, പേര് വിളിക്കുന്ന നേരം കാണും ഞാൻ പേര് ഇല്ലേ എന്ന് ഓർത്ത്. പേര് വിളിക്കുന്ന നേരം കാണും, ആ പേരില്ലെങ്കിലോ. അല്ല, ഒന്ന് സപ്പോസ് ചിന്തിച്ച് നോക്കിക്കേ. പേര് വിളിക്കും. മിക്കവാറും നമ്മൾ ഈ ശവശോക്കാര സൂക്ഷയിലാണത് നമ്മൾ വളരെ ഹൃദ്യമായിട്ടാണ് പാടുന്നത്. പേര് വിളിക്കുന്ന നേരം കാണും എൻ പേര്. അങ്ങനെ പേര് വിളിക്കപ്പെടുന്നവരുടെ പ്രത്യേകതയുണ്ട്. നമ്മൾ വിശ്വാസത്തിലാണോ ഇരിക്കുന്നത്? നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. നിങ്ങൾ വിശ്വാസത്തിലിരിക്കും. നിങ്ങളെ തന്നെ പരിശോധിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യും. വലുതായിരിക്കുന്നത് നിങ്ങൾ കൊള്ളരാത്തവരല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആ മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിരിക്കുന്നു. ആർക്കാണ് ഈ മരണാനന്തര പ്രത്യാശ? ആർക്കാ ഈ മരണാനന്തര പ്രത്യാശ ഉള്ളത്? നമുക്ക് നോക്കാം. കൊലോസ്യർ 1:27. കൊലോസ്യർ 1:27 നോക്കി. നമ്മളെ തന്നെ പരിശോധിക്കണമെന്നാണ് പറയുന്നത്. അതിനായി ഈ വാക്യം എടുത്തത്. കൊലോസ്യർ 1:27. ദൈവത്തിന് ഇഷ്ടമായി. അപ്പൊ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചൊരു ദൈവവേദന ആരുണ്ട്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഉണ്ട്. ഈ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഉള്ള ഒരാൾ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? ഈ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, രക്ഷിക്കപ്പെട്ട എല്ലാവരുടെ ഹൃദയത്തിൽ ആരുണ്ട്? ആ മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നെങ്കിൽ നമ്മൾ ആരായിരിക്കും? കൊള്ളരാത്തവരല്ല, കൊള്ളാവുന്നവരാണ്. ആ സഭയ്ക്ക് കൊള്ളാവുന്നവരായിരിക്കും. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നോ? നിങ്ങൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണോ ജീവിക്കുന്നത്? സ്വർഗത്തിൽ പോവുമോ? സ്വർഗത്തിൽ പോകുന്നവരാണെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ആരുണ്ട്? മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു ഉണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു ഒരാളുണ്ടെങ്കിൽ അവർക്ക് സഭയെക്കുറിച്ച് എന്തൊരു താല്പര്യമായിരിക്കും? ഒന്നും അല്ലാത്ത പരുവത്തിലല്ല. പണ്ട് ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ സൺഡേ സ്കൂൾ പഠിക്കാൻ വന്ന കൊച്ചിനോട് ചോദിച്ചു, നിനക്ക് ധനവാന്റെയും ലാസറിൻ്റെയും ഒക്കെ കഥ പഠിപ്പിച്ചിട്ട് ചോദിച്ചു, നിനക്ക് ആരായിട്ട് ജീവിക്കാനാണ് താല്പര്യം? അപ്പോൾ ആ കൊച്ചു പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ ധനവാനായിട്ട് ജീവിക്കണം, മരിക്കുമ്പോൾ ലാസറിനെ പോലെ മരിക്കണം. നടക്കുമോ? ജീവിച്ചിരിക്കുമ്പം എനിക്ക് ധനവാനെ പോലെ എൻ്റെ കാര്യം നോക്കി ജീവിക്കണം, മരിക്കുമ്പോഴെങ്ങനെ ആയിരിക്കണം? പേർ വിളിക്കുന്ന നേരം കാണും. ഈ പരിപാടി നടക്കത്തില്ല. ആ മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. നിങ്ങൾ കൊള്ളരാത്തവരല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട്. അതിൻ്റെ വായിച്ചു കേട്ടെ അല്ലേ? 2 Corinthians 13 ഒന്നുകൂടെ നോക്കൂ. ഒരുപാട് പഠിച്ചില്ലെങ്കിൽ ചില പോയിന്റുകളൊക്കെ ഹൃദയത്തിൽ ഇരുന്നാൽ എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതും എന്നെ കൊണ്ട് വേല ചെയ്യിപ്പിക്കുന്നതൊക്കെ ഈ വാക്യങ്ങളൊക്കെയാണ്. ഒരു ഭക്തിയോടെ ജീവിക്കുവാൻ, സമർപ്പമുള്ള ജീവിതം നയിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന വാക്യം. ഒന്നുകൂടെ വായിച്ചു. 2 Corinthians 13:5. നമ്മളെ തന്നെ പരീക്ഷിക്കുക, നമ്മളെ തന്നെ ശോധന ചെയ്യുക, അരിച്ചു മാറ്റി പെറുക്കുക നമ്മളെ തന്നെ. നിങ്ങൾ കൊള്ളരാത്തവരല്ല എന്ന് വരികിൽ
ഇത് വചനം നമ്മളോട് സംസാരിക്കുകയാണെന്ന് പ്രത്യേകിച്ച് ഒരു ഉപദേശമൊന്നും പറയേണ്ട കാര്യമില്ല. അതാ വചനത്തിൻ്റെ പ്രത്യേകത. ദൈവം നമ്മളോട് സംസാരിക്കുക. കുഞ്ഞാ, നീ വിശ്വാസത്തിലാണോ? ആരാ സ്വർഗ്ഗത്തിൽ പോകുന്നത്? വിശ്വാസികൾ. അവിശ്വാസികൾ അങ്ങോട്ട് പോകും. അവിശ്വാസികൾ അങ്ങോട്ടാണ് പോകുന്നത്. എന്താ പേടിക്കും? നരകത്തിൽ പോകും. വിശ്വാസികൾ അങ്ങോട്ട് പോകും. അപ്പോൾ പറയാം, നിങ്ങൾ വിശ്വാസമാണ് ഇരിക്കുന്നത്, നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന, നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് പറഞ്ഞാൽ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയ്ക്ക് വേണ്ടി കൊള്ളാവുന്നവരാണോ? നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. കർത്താവ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ മേയ്പ്പാൻ. പരിശുദ്ധം നിങ്ങളെ അത്യക്ഷയാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനും എങ്ങനെ മേയ്ക്കണം? ഒന്ന്, പ്രാർത്ഥിക്കാൻ പറ്റും, ഉത്സാഹിപ്പിക്കാൻ പറ്റും, പ്രബോധനം പറയാൻ പറ്റും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? പ്രാർത്ഥിക്കാം. രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു. എന്തിനാ? നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ദൈവദാസന്മാരുടെയൊക്കെ ഒരു വലിയ ആഗ്രഹമാണ് സുഖമായിട്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ എലീശാ പ്രവാചകൻ പറയുന്നുണ്ട്, നീ സുഖമായിട്ടിരിക്കുന്നോ? നിന്റെ കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നോ? നിന്റെ ഭർത്താവ് സുഖമായിട്ടിരിക്കുന്നോ? നമുക്ക് ആ വാക്യം ഒന്ന് നോക്കാം. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം നോക്കി. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. നീ ഓടിച്ച് നമ്മളെതിരേറ്റ്. സുഖം തന്നെയോ? ഭർത്താവ് സുഖമായിട്ടിരിക്കുന്നോ? ഉണ്ടോ? എലീശാ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നപ്പോൾ എലീശാ പ്രവാചകന് ഗേഹസിയെ വിടുക, നീ ഒന്ന് ചെന്ന് ചോദിക്ക, നിനക്ക് സുഖം തന്നെയാണോ? നിങ്ങളുടെ മുഖമൊക്കെ എങ്ങനെ ഉണ്ട്? അതാ, നിങ്ങളുടെ മുഖം കാണുവാൻ. പൗലോസ് പറയാം, നിങ്ങളുടെ മുഖം കാണുവാൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് സുഖമാണോ? നിന്റെ ഭർത്താവ് സുഖമായിട്ടിരിക്കുന്നോ? നിന്റെ മകനും സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഏത് സുഖമായത്? യോഹന്നാൻ അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. ഇല്ലയോ? നിന്റെ ആത്മാവ് ശുഭമാണോ? നീ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നുണ്ടോ? നിനക്ക് ദൈവമായിട്ട് നല്ല ബന്ധമുണ്ടോ? നീ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവളാണോ? നീ ഉപയോഗിക്കപ്പെടുന്നവനാണോ? നിനക്ക് സുഖമാണോ? നിന്റെ ഭർത്താവ് സുഖമായിട്ടാണോ? നിന്റെ കുടുംബജീവിതം എങ്ങനെയുണ്ട്? നിന്റെ കുഞ്ഞെങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അതിനു വേണ്ടിയുള്ള ഒരാഗ്രഹം ആർക്കുണ്ട്? ദൈവദാസന്മാർക്കുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഉണ്ടായിരിക്കണം. ഞാൻ ഒന്നിച്ചെന്തിനീ ഒരപ്പത്തിൽ തന്നെ മുറിച്ചെടുത്തേ? എന്തിനീ ഒരപ്പത്തിൽ തന്നെ മുറിച്ചെടുത്തത്? ഒരു സ്ഥലസഭ ഒരപ്പത്തിൻ്റെ അംശങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖം കാണുമാ. പൗലോസിന് വലിയ ഇഷ്ടമായിരുന്നു. അതുപോലെ നമുക്ക് എല്ലാവർക്കും എന്തുണ്ടായിരിക്കണം? നമ്മുടെ സ്ഥലസഭ വളരണം. അത് നമ്മളെക്കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യുക, ഒന്നിച്ച് കൂടുക, ഷെയർ ചെയ്യുക, പ്രാർത്ഥിക്കുക. രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചാൽ നാം കൊള്ളാവുന്നവരായി തീരും. യേശു ക്രിസ്തു നമ്മൾ ഉണ്ടെന്നുള്ളത് നമുക്ക് തെളിഞ്ഞു ലഭിക്കും. ആ മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. പൗലോസിന് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തി 20:31, അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ പിന്നെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുക. അപ്പോൾ പൗലോസ് എങ്ങനെയാ സഭയെ സ്നേഹിച്ചതെന്ന് നോക്കിയേ. അതിൻ്റെ അനന്തരഫലം എന്തൊക്കെയാ? അങ്ങനെ പൗലോസ് പ്രാർത്ഥിച്ച് ബുദ്ധി പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള പ്രയോജനം നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 7:12 നോക്കിയേ. കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം 7-ാം അധ്യായത്തിലെ 12-ാമത്തെ വാക്യം. അല്ല അല്ല ഓ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ഉത്സാഹം ദൈവത്തിന് മുമ്പാകെ വെളിപ്പെടുക. ഇപ്പൊ പൗലോസ് 3 സംവത്സരം രാവും പകലും കണ്ണുനീരോടെ ബുദ്ധി പറഞ്ഞു കൊടുത്തു വിശ്വാസികൾക്ക്. ഇതുപോലെ പൗലോസ് പറയാണ്, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊരു ഉത്സാഹമുണ്ടോ? ആ ദൈവസന്നിധിയിൽ വെളിപ്പെടണം. അപ്പൊ ദൈവദാസൻ രാവും പകലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ ദൈവദാസൻ കൊരിന്ത്യ വിശ്വാസികൾ പറയാണ്, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ഉത്സാഹം എന്ന് പറഞ്ഞാൽ എന്താ? പൗലോസ് പറഞ്ഞു കൊടുത്തിട്ടുള്ള വചനത്തിൽ വിശ്വാസികൾക്ക് ഉത്സാഹമുണ്ടെന്ന ദൈവസന്നിധിയിൽ തെളിവായിട്ട് വരണം. എത്ര മനോഹരമാണ്! അപ്പൊ ദൈവദാസന്മാർ രാവും പകലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, വചനം പറഞ്ഞു കൊടുക്കണം. വിശ്വാസികളോ ആ വിഷയത്തിൽ വിശ്വാസികൾക്ക് ഉത്സാഹമുണ്ടെന്ന് ദൈവസന്നിധിയിൽ വെളിപ്പെട്ടു വരണം. അതാണ് സഭ, അതാണ് വിശ്വാസ ജീവിതം. അങ്ങനെയുള്ളവർക്ക് പാടാൻ പറ്റും. പേർ വിളിക്കും, നേരം കാണും,
അതല്ലെങ്കിലോ നമുക്ക് നോക്കാം 2 കൊരിന്ത്യർ 12:20 ഒന്ന് നോക്കിയേ. 2 കൊരിന്ത്യർ 12:20. ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുപ്പ്, നിഗളം, കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും ഞാൻ വീണ്ടും വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെ കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്നും ഞാൻ ഭയപ്പെടുക. പൗലോസ്, നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുമോ, ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണും എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസികൾ യഥാസ്ഥാനപ്പെട്ടാണോ ജീവിക്കുന്നത്? അല്ലെങ്കിൽ പൗലോസിന് വലിയ ഭാരമാണ്. ഞാൻ ഇച്ഛിക്കാത്തത് നിങ്ങളെ കാണുക, നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുക എന്ന് പറഞ്ഞാൽ എന്താ? ശരിയായ നിലയിലല്ല എന്ന് വരാതിരിക്കാൻ വേണ്ടി പൗലോസ് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുക. ഓരോ വിശ്വാസിലും ജീവിക്കേണ്ട നിലയിൽ ജീവിക്കുക. അതിനുവേണ്ടിയാണ് പൗലോസ് രാവും പകലും ഇടവിടാതെ വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ മുഖം കാണുക, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരെ പോലെ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരെ പോലെ ജീവിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി പൗലോസ് ഇങ്ങനെ രാവും പകലും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വിശ്വാസികളുടെ മുഖം കാണുക എന്ന് പറഞ്ഞാൽ അവരുടെ യഥാർത്ഥ ആത്മീയ വളർച്ച കാണുക. ഇതുപോലെ തന്നെ ഈ പൗലോസ് ഈ വിശ്വാസികൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചുകൊണ്ട് പൗലോസിൻ്റെ മുഖം കാണാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. പൗലോസിനെ കാണുന്ന വിശ്വാസികൾക്ക് ഒത്തിരി ഇഷ്ടമായി. നമുക്ക് നോക്കാം അപ്പോസ്തല പ്രവൃത്തി 20:38 ഒന്ന് നോക്കിയാൽ. അപ്പോസ്തല പ്രവൃത്തി 20:38. ഇനി മേലാൽ അവൻ്റെ മുഖം കാണത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പൗലോസിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരഞ്ഞു. അപ്പോൾ പൗലോസിൻ്റെ മുഖം വിശ്വാസികൾക്ക് ഭയങ്കര പ്രിയങ്കമായി. ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസികളും തമ്മിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായിത്തീരണം. ഏറ്റവും പ്രിയപ്പെട്ടവരായിത്തീരണം എന്ത് ചെയ്യണം? രാവും പകലും വിശ്വാസം അന്യോന്യം ഓർത്ത പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ അന്യോന്യം കാണുമ്പോൾ ഒരു പ്രിയം ഉണ്ടാകും. അതെവിടെ നിന്നുണ്ടാകുന്ന? ആത്മാവിലുണ്ടാകുന്നതാണ്. ഇവിടെ പൗലോസിൻ്റെ മുഖം ഇനിയും കാണത്തില്ലെന്ന് കേട്ടപ്പോൾ തന്നെ ആ വിശ്വാസികൾ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരഞ്ഞു. എന്താ കാരണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനായിരുന്നു, പ്രവർത്തിക്കുന്നവനായിരുന്നു പൗലോസ്. അതുകൊണ്ടാണ് വിശ്വാസികൾ പൗലോസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയങ്കരനായിരുന്നു. ഇതുപോലെ വിളിക്കുന്ന ഓരോ വിശ്വാസികളും മറ്റുള്ളവർക്കാരായിരിക്കണം? പ്രിയങ്കരായിരിക്കണം. എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, ആ കേൾക്കുമ്പോൾ ഹൃദ്യത ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ഈ ഒരു അപ്പത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്നതിൻ്റെ അർത്ഥം ശരിയായിട്ട് മനസ്സിലാകുന്നത്. അതല്ലാതെ മനസ്സിലിങ്ങനെ കുറേ വാക്കുകളൊക്കെ എടുത്തിട്ടില്ലയോ, കുശുമ്പോ കലകോ ഇതൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ പ്രിയങ്കരമായൊരവസ്ഥയിൽ ഞങ്ങൾ എത്തണം. അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരവും കുശുമ്പും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അല്ലാത്ത സ്ഥിതിയിലൊന്നും ആരും ആകരുത്. കാരണം എന്താ? പേർ വിളിക്കും, നേരം കാണും, ആ ശോഭയേറിയൊരു എനിക്കതൊക്കെ പാടുമ്പോൾ എൻ്റെ ഹൃദയം വല്ലാതാണ് കേട്ടോ. ഒരു നാടുണ്ട് അവിടെ, അങ്ങോട്ടല്ലേ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങോട്ട് പോകുന്നവരാരാ? ഈ ക്വാളിറ്റി ഉള്ളവരാ. അല്ലെങ്കിൽ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. അന്യോന്യം ഓർത്ത് പ്രാർത്ഥിക്കുക, ആ സന്തോഷത്തോടെ ഇരിക്കുക, ആ നിലയിൽ വിശ്വാസികളെ കാണുക. അതാണ് പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോസ്തല 25 നോക്കിയേ. ഇങ്ങനെ പൗലോസിനെ കണ്ടപ്പോഴൊക്കെ അവരെ വളരെയധികം സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് കരയാനൊക്കെ കാരണം എന്താ? പൗലോസിന് മുഖം കാണത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അപ്പോസ്തല 20:25 നോക്കിയേ. പൗലോസിനെയും കർത്താവിൻ്റെ നാമത്തോടെ പോവുക യെരൂശലേമിലേക്ക്, മരിക്കാനായിട്ട് പോവുക. പറയാ, എന്നാൽ നിങ്ങളെല്ലാം നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നതായ എൻ്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അത് കേട്ടപ്പോഴാണ് ഈ എഫെസോസുള്ള വിശ്വാസികൾ പൗലോസിൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരുതുന്നത്. എന്താ കാരണം? അതുപോലെയായിരുന്നു പൗലോസ് അവരെ സ്നേഹിച്ചത്. അപ്പം നമ്മൾ വിശ്വാസികൾ അന്യോന്യം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ എൻ്റെ ആ സഹോദരൻ, എൻ്റെ ആ സഹോദരി, ആ ഒരു ഹൃദയബന്ധം നമ്മുടെ സഭയിൽ നമുക്കുണ്ടായാൽ എപ്പോഴും നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുകയും ചെയ്യും. അത് നമുക്ക് വളരെ ആത്മീയമായിട്ടുള്ള ബലം നൽകും. എന്താ കാരണം?
പൗലോസിനെ ഏൽപ്പിച്ച ശുശ്രൂഷ പൗലോസിൻ്റെ ജീവനേക്കാൾ ഉപരിയായിട്ട് സ്നേഹിച്ചുകൊണ്ട് ചെയ്തു തീർത്ത ദൈവാസനായിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 20:24 ഒന്ന് നോക്കിക്കുക. അപ്പോസ്തലപ്രവൃത്തി 20:24. ആ, എണ്ണുന്നില്ല. തൻ്റെ ജീവനേക്കാൾ ഉപരിയായിട്ട് പൗലോസ് ചെയ്ത 1-2 കാര്യമുണ്ട്. അതെന്താ? ഒന്ന്, ദൈവകൃപയുടെ സാക്ഷ്യം പറയുക. എല്ലാവർക്കും പറയാൻ പറ്റത്തില്ലയോ? 24-ാമത്തെ വാക്യം എല്ലാവരും ഒന്ന് നോക്കിക്കേ. അപ്പോസ്തലപ്രവൃത്തി 20:24. എങ്കിൽ ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിട്ട് എണ്ണുന്നില്ല. പിന്നെ എൻ്റെ ഓട്ടവും, അത് 2-ാം വാക്യം ചിന്തിക്കുക. പിന്നെ അടുത്തത് ദൈവകൃപയുടെ സാക്ഷ്യവും. ദൈവകൃപയുടെ സാക്ഷ്യം പറയാൻ ആർക്കാ പറ്റാത്തത്? വലിയ പ്രസംഗശാസ്ത്രം പഠിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞത്. ദൈവകൃപയുടെ സാക്ഷ്യം പറയുക. പൗലോസിന് അതായിരുന്നു പ്രത്യേകത. ദൈവകൃപയുടെ സാക്ഷ്യം പറയുക. എന്താ സാക്ഷ്യം പറയുന്നതിൻ്റെ പ്രത്യേകത? 20-18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ എന്താ ദൈവകൃപയുടെ സാക്ഷ്യം പറയുക? നമുക്കതൊന്ന് പഠിക്കാം. എന്താ ദൈവകൃപയുടെ സാക്ഷ്യം പറയുക എന്ന് പറഞ്ഞാൽ? വന്നപ്പോൾ പറഞ്ഞത് ഇരുന്നൊന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും ഒന്നും ഒന്നും മറച്ചു വയ്ക്കാതെ അത്രയും മതി. ഇപ്പം മോളെ അത്രയും മതി. 20 വരെ നോക്കുക. അപ്പോൾ പൗലോസ് ദൈവകൃപയുടെ സാക്ഷ്യം പറഞ്ഞു കേട്ടോ. അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ ആസയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലാം ഇപ്പോഴും നിങ്ങളുടെ എങ്ങനെ ഇരുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ എങ്ങനെയാണ് വസിച്ചത് എന്ന് പറഞ്ഞാൽ ദൈവദാസൻ നിലയിൽ മാതൃകയോടെ വസിച്ചു. ദൈവകൃപയുടെ സാക്ഷ്യത്തിന് ഒന്നാമത് പൗലോസിന്റെ സാക്ഷ്യം പറയാം. ഞാനിവിടെ വന്ന 1-ാമത്തെ ദിവസം മുതൽ എങ്ങനെയാണ് നിങ്ങളിവിടെ വസിച്ചത്? ഒരു ദൈവദാസന് യോജിച്ച നിലയിൽ വളരെ മാതൃകയോടെ നിങ്ങളുടെ ഇടയിൽ വസിച്ചു. ദൈവകൃപയുടെ സാക്ഷ്യത്തിൻ്റെ 1-ാമത്തെ കാര്യം. അല്ല വലിയ പ്രസംഗനായെന്നൊന്നുമല്ല പറഞ്ഞത്, എന്തോ അസാധ്യ കാര്യങ്ങളൊക്കെ ചെയ്തൊന്നൊന്നുമല്ല. ഇവിടെ ഇരിക്കുന്ന വിശ്വാസ മധ്യത്തിൽ ഞാൻ കന്നകാലം മുതൽ എങ്ങനെയായിരുന്നു? ദൈവകൃപയുടെ സാക്ഷ്യത്തിൻ്റെ 1-ാമത്തെ കാര്യം മാതൃകയോടെ ജീവിക്കും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലയോ? മാതൃകയോടെ ജീവിക്കുക. വളരെ മനോഹരമാണിത്. ഇനി അടുത്തായിട്ട് എന്താ എഴുതിയിരിക്കുന്നത് നോക്കിയേ. പിന്നെ 1-ാം നാൾ നിങ്ങളുടെ എങ്ങനെ ഇരുന്നുവെന്നും പിന്നെ വളരെ താഴ്മയോടും കണ്ണുനീരോടും. കണ്ടോ? താഴ്മയോടെ കണ്ണുനീരോടെ. അപ്പോൾ നമുക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ 1 താഴ്മ വേണം, 2 കണ്ണുനീര് വേണം. എന്താ കാരണം? സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനം. ചുമ്മാ കരയുന്നതല്ല, കരയാൻ കൊതിയുണ്ടായിട്ട് പൗലോസ് കരയുന്നതല്ല. പിന്നെ പൗലോസിൻ്റെ ശുശ്രൂഷയിലുണ്ടല്ലോ ഭയങ്കര പോരാട്ടം ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യം. കൊലോസ് 1:29. പൗലോസിന്റെ ആദ്യ ശുശ്രൂഷ വന്നാൽ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നതായിരുന്നു. ഭയങ്കര പോരാട്ടം ഉണ്ടായിരുന്നു. പിന്നെന്തോ ഉണ്ടായിരുന്നു? അധ്വാനം ഉണ്ടായിരുന്നു. 2 കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന സഭയിലൊക്കെ നമ്മൾ വന്ന് ഞാൻ ഇത്രയും സഭയെ സ്നേഹിച്ചിട്ട് എന്താ ഈ പ്രശ്നം, ഇതിൻ്റെ പ്രശ്നം ഇട്ടേച്ചു പോകും. അങ്ങനെയല്ല. സഭയെ വരുമ്പോഴും പോരാട്ടം ഉണ്ടാകാം. എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും ആൾക്കാർക്ക് പ്രയാസമില്ല. സഭയെ ഒന്നൊരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണെന്ന്. അങ്ങനെയല്ല, പോരാട്ടങ്ങളുണ്ട്. എന്താ കാരണം? ഈ ലോകത്തിലൊരു അന്ധകാര ശക്തി വിശ്വാസികളെ തമ്മിൽ തെറ്റിക്കാനും വഴക്കുണ്ടാക്കാനുള്ളൊരു അദൃശ്യ ശക്തിയുണ്ട്. സർവ്വലോകം ദുഷ്ടൻ്റെ അധീനത്തിൽ കിടക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പോരാട്ടം വിശ്വാസികളോടില്ല. ഉണ്ടോ? നമുക്ക് പോരാട്ടം വിശ്വാസമുണ്ടോ? എഫേസ്യർ 6:12 നോക്കി. എഫേസ്യർ 6:12. അത്രയും മതി സൗകര്യം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തം എന്ന് പറഞ്ഞാൽ മനുഷ്യരോടല്ല. ഇതാദ്യം നമ്മൾ പഠിക്കണം. നമ്മുടെ സഭയിലുള്ള ഒരു വിശ്വാസവും നമുക്ക് പോരാട്ടമില്ല, പുറത്തുള്ളവരോടും പോരാട്ടമില്ല. പിന്നെ ആരാ നമ്മുടെ ശത്രു? അതിനെ ജയിക്കണമെങ്കിൽ എന്തോ വേണം? താഴ്മയും വേണം, കണ്ണുനീരും വേണം. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനമല്ലേ. നമ്മളിപ്പോൾ സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാം അനുകൂലമാകണമെന്നില്ല.
ചിലർ അല്പം പ്രതികൂലം വന്ന് ഇട്ടച്ചങ്ങ് പോകും. അത് ആത്മീയ പോരാട്ടം അറിയാത്തവരാ. എപ്പോഴും നമ്മൾ പഠിക്കണം, നമ്മൾ സഭയിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അനേകത്തിലുള്ള പ്രതികൂലം വരുമ്പം അന്നേരം എന്തോ ചെയ്യണം? നമ്മളെങ്ങനെയാണ് അതിനെ കാണേണ്ടത്? പ്രതികൂലം വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 5:41 നോക്കിയാൽ 41, 42 ഹൃദയത്തിലേക്ക് വന്ന വാക്യാണ്. അപ്പോസ്തല പ്രവൃത്തി 5 തിരുനാമ നിമിത്തം അവമാനസായ 41, 42. എത്ര മോളെ അത്? 41. അപ്പോസ്തല 5:41 എടുത്തോ. വായിച്ചോ. തിരുനാമത്തിന് വേണ്ടി അവമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ. ഈ അപ്പോസ്തലന്മാർ സുവിശേഷം അറിയിച്ചപ്പോഴേ സാധാരണ പരിശോധന പ്രസംഗം ദിവസമായ നല്ല പ്രസംഗമെന്ന് വെച്ചാൽ കൈ തരും. അവർക്കും കൈ കൊടുത്തു, പക്ഷേ അടിയായിരുന്നു, ഇടിയായിരുന്നു. പിന്നെ അധികാരസ്ഥന്മാർ കൊണ്ടുപോയി അവിടെ വെച്ച് അടിപ്പിച്ചു. അപ്പോൾ അവർ പറയാം, എൻ്റെ കർത്താവിന് വേണ്ടി അവമാനം സഹിപ്പാൻ ഞാൻ യോഗ്യനായിട്ട് എണ്ണപ്പെടുകയാണ്. സന്തോഷത്തോടെ. ഇതിനെന്താ വേണം? ഒരു താഴ്മ, ഒരു കണ്ണുനീരിൻ്റെ പ്രാർത്ഥന വേണം. നമ്മുടെ സഭ വരുമ്പോൾ എല്ലാം നമുക്കങ്ങ് എല്ലാവരും അനുകൂലം പറയണമെന്നൊന്നുമില്ല. ഒരുപക്ഷെ ചിലപ്പോൾ ചില പ്രതികൂലം വന്നാലും എൻ്റെ എനിക്ക് വേണ്ടി ജീവൻ തന്ന എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഒരു ചെറിയ അവമാനം വന്നോ, സ്തോത്രം. അതാ ദൈവകൃപയുടെ സുവിശേഷ സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം അനുമോദനം കിട്ടണമെന്നല്ല പൗലോസ് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? അവൻ അവിടെ വെച്ച് അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ ആസയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോട് എങ്ങനെ ഇരുന്നുവെന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും കൂടെ യഹൂദന്മാരുടെ കൂട്ടുകെട്ടലാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നുവെന്നും. പിന്നെ അടുത്ത നോക്കിയേ, അങ്ങനെ കർത്താവിനെ സേവിച്ചു. അപ്പം നമ്മൾ കർത്താവിനെ സേവിക്കാൻ എന്ത് ചെയ്യണം? ഈ നിലയിൽ സേവിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടെങ്കിൽ എന്നും സേവിക്കാം. അല്ല, ഈ പണി എനിക്ക് പറ്റിയത് നമ്മൾ തിരിച്ചു പോയിട്ട് വരത്തില്ല. പിന്നെ എന്നും സന്തോഷത്തോടെ സേവിക്കാം. ഈ ഒരു മനോഭാവം നമുക്ക് ഈ സഭയിലെ സഹോദരിമാർക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ഈ ട്രെയിനിങ് വേണം. ഇവിടെ സഹോദരന്മാർക്ക് എന്ന് ഈ കർത്താവിനെ സേവിക്കണമെങ്കിൽ ഈ ട്രെയിനിങ് ആവശ്യമാണ്. അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം വന്നിട്ട് അല്ല, താഴ്മയോടും കണ്ണുനീരോടും. അപ്പോൾ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തുന്നുള്ള ആ മനോഹരമായ ശബ്ദം കേൾക്കാൻ പറ്റും. ഇനി അടുത്താണ് നോക്കിയേ, പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ. കണ്ടോ, പ്രയോജനമുള്ളത്, വിശ്വാസങ്ങൾക്ക് പ്രയോജനമുള്ളത് പറയണം. ഞാൻ കുറേ പുസ്തകം വായിച്ച എൻ്റെ അറിവ് പറഞ്ഞ ഇവിടെ ആർക്കെങ്കിലും പ്രയോജനം ലഭിക്കുമോ? ഇവിടെ ഇരിക്കുന്ന വിശ്വാസികൾക്ക് പ്രയോജനമുള്ള കാര്യമായിരിക്കണം. നിങ്ങൾ കേട്ട് പ്രയോജനപ്പെടും. നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ പ്രയോജനമുള്ള കാര്യം. ഞാൻ എത്ര പ്രസംഗനാണെന്നുള്ളതല്ല വിഷയം, അവിടെ അല്ല എൻ്റെ വിഷയം. എനിക്ക് എത്ര അറിവുണ്ടെന്നുള്ളതല്ല, ഈ വന്നിരിക്കുന്നവർക്ക് ആത്മീയവർദ്ധനയ്ക്ക് വേണ്ടത് പറയുക. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ. പിന്നെന്താ എഴുതി? അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ വിധം ഒന്ന് നോക്കിയേ. പ്രവർത്തനത്തിൻ്റെ വിധം പരസ്യമായിട്ടും വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും. ഏത് വിധേനയും വിശ്വാസികൾ അനുഗ്രഹിക്കപ്പെടും. ഇനി യോഹന്നാൻ്റെ അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാലോ, യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൽ 2-3 വാക്യം നോക്കിയേ. വളരെ ഹൃദ്യമാണെന്നേ ഇത്, വളരെ ഹൃദ്യമാണ്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൽ 2-3 വാക്യം. ഉളവായി ഉളവായതല്ല. മോളെ 1 യോഹന്നാൻ 1:1 യോഹന്നാൻ സംബന്ധിച്ച് സാക്ഷീകരിക്കുന്നു. അടുത്തത് ഞങ്ങൾ കണ്ടും കേട്ടുകൊള്ളതും. ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും എല്ലാം നിങ്ങളോട് അറിയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഈ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ അനുഭവത്തോട് ചേർന്ന് വേണം നടക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുമ്പോൾ പാപമോചനം ലഭിക്കുമെന്ന് പറയുമ്പോൾ ആ പാപമോചനം ലഭിച്ചതിൻ്റെ സന്തോഷത്തോടെ പറയണം, ഞാൻ കണ്ടതാ. അതാ സുവിശേഷത്തിൻ്റെ പ്രത്യേകത. ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല, ശക്തിയോടെ, പരിശുദ്ധാത്മാവോടെ,
ബഹുനിശ്ചയത്തോടെ, ശക്തിയോടെ, പരിശുദ്ധാത്മാവോടെ, ബഹുനിശ്ചയത. ഏതാ വാക്യം? 1 Thessalonians 1:5 നോക്കിയേ. എങ്ങനെയാണ് ഈ വചനം പറയേണ്ടതെന്ന് അവിടെ കിടപ്പുണ്ട്. 1 Thessalonians 1:5. വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും. ഞാൻ ആ വാക്ക് ബഹുനിശ്ചയം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് എന്നിൽ പ്രവർത്തിച്ചതാ, ഞാൻ കണ്ടതാ, ഞാൻ തൊട്ടതാ, ഞാൻ നോക്കിയതാ. ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ വന്നു, എനിക്ക് പാപം ലഭിച്ചു, എനിക്ക് സന്തോഷം ലഭിച്ചു. അത് നിങ്ങളോട് അറിയിക്കുകയാണ്. എന്തിനാ? നിങ്ങളും അതുപോലെ അനുഭവിച്ചവരാ. അപ്പോൾ ഒരു കൂട്ടായ്മ ഉണ്ടാകും. ഈ രക്ഷിക്കപ്പെട്ടവർ തമ്മിൽ രക്ഷിക്കപ്പെട്ടതിനെ കുറിച്ച് പറയുമ്പോൾ, പ്രാർത്ഥിക്കുന്നവർ തമ്മിൽ പ്രാർത്ഥിച്ച കാര്യം പറയുമ്പോൾ, സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷം അറിയിച്ച കാര്യം പറയുമ്പോൾ അവർ തമ്മിലൊരു കൂട്ടായ്മയുണ്ട്. അതാ സഭാജീവിതം. ഞാനിന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ ആത്മാവിനോട് ഏർപ്പെട്ടു. ആ പരിശുദ്ധാത്മാവിന് വ്യാപാരം അനുഭവിച്ചു. അതുപോലെ പരിശുദ്ധ വ്യാപാരം അനുഭവിക്കുന്ന സഹോദരി പറയും, ശരിയാ സഹോദരി, ഞാനിന്ന് പ്രാർത്ഥിച്ചപ്പോഴുണ്ടല്ലോ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം കൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞു. ഞാൻ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തുവിൻ്റെ മഹത്വം കൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞു. എൻ്റെ കഷ്ടത ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. എൻ്റെ രോഗത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനിക്ക് ആശ്വാസം, എൻ്റെ കൃപ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ അതുപോലെ അനുഭവമുള്ളവരെന്താ പറയും? ആമേൻ. ഇതാ പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ കണ്ടതും തൊട്ടതും നോക്കി നമ്മൾ കർത്താവ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയണം. എങ്ങനെയാ? വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുക. അങ്ങനെ പറയുമ്പോഴാണ് ഈ ആത്മീയ കൂട്ടായ്മ ഇങ്ങനെ നിങ്ങളുടെ മുഖം കാണുവാനും, ഇല്ലയോ? നിങ്ങളുടെ മുഖം കാണുവാനും. പിന്നെന്താ എഴുതി? രണ്ടാമതായിട്ട് അടുത്തായിട്ട് എഴുതി എന്താ? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടുത്ത ഭാഗം ഇല്ലേ? 1 Thessalonians 3:10 നോക്കിയോ. 1 Thessalonians 3:10 കാണുവാനും വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസത്തിൻ്റെ വേലയിൽ വർദ്ധിച്ച തെസ്സലോനിക്ക വിശ്വാസം എന്ന് പറഞ്ഞാൽ അവർ കർത്താവിൽ വിശ്വസിച്ച് മാതൃകയുള്ളവരായിരുന്നു തെസ്സലോനിക്ക വിശ്വാസം, ഇല്ലയോ? നമുക്ക് ആ വാക്യം ഒന്ന് നോക്കാം. 1 Thessalonians 1:6 6-7 വാക്യം. അത് വായിക്കുമ്പോഴേ ഇതിൻ്റെ അർത്ഥം നമുക്ക് കൂടുതൽ മനസ്സിലാകത്തുള്ളൂ. 1 Thessalonians 1:6 വാക്യങ്ങൾ വന്നിട്ട് അടുത്തതും കൂടെ. അതുകൊണ്ട് അപ്പൊ തെസ്സലോനിക്ക വിശ്വാസം മാതൃകയുള്ളതായിരുന്നു. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മ സന്തോഷത വചനം കൈക്കൊണ്ട് ഞങ്ങൾക്ക് ക്രിസ്തുവിന് അനുകാരികളായിത്തീർന്നു. അവിടെ നിങ്ങൾ മക്കോദോന്യയിൽ മാത്രമല്ല, അഖായയിലും മക്കോദോന്യയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും. അപ്പം നല്ല മാതൃകയുള്ള വിശ്വാസികൾ പറയാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവൊന്ന് തീർക്കും. അപ്പം നമ്മൾ ഇനി വിശ്വാസത്തിൽ എന്ത് ചെയ്യാനുണ്ട്? വളരാനുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ വേല, സ്നേഹത്തിൻ്റെ പ്രയത്നം, പ്രത്യാശയുടെ സ്ഥിരത. ഈ 3 കാര്യങ്ങളാണ് അതിലുള്ളത്. അത് നമുക്ക് ഒരു രണ്ടാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും. ഈ 1 Thessalonians 1:2 രണ്ടാമത്തെ വാക്യം നോക്കിയേ. 1 Thessalonians 1:2 സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും സ്തോത്രം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. വിശ്വാസത്തിൻ്റെ വേല, പിന്നെ സ്നേഹത്തിൻ്റെ പ്രയത്നം, പ്രത്യാശയുടെ സ്ഥിരത. 3 കാര്യം ഒന്നിച്ചു പോകും. വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരും, സ്നേഹത്തിൻ്റെ പ്രയത്നം വരും, പിന്നെ പ്രത്യാശയുടെ. ഈ 3 കാര്യങ്ങൾ ഒന്നിച്ചു പോകുന്നൊരു കുടുംബമുണ്ട് കേട്ടോ. നമുക്ക് കുടുംബത്തെ ഒന്ന് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12 1 മുതലുള്ള വാക്യം നോക്കിയേ. ഈ 3 കാര്യങ്ങൾ, 3 വ്യക്തികൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 12 1 മുതലുള്ള വാക്യങ്ങൾ. വന്നു ഒത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. വിശ്വാസത്തിൻ്റെ വേല. മാർത്ത അടുത്ത പിന്നെ വായിക്കാം സൗകര്യം. അതങ്ങനെ വെച്ചോ, ഞാൻ പിന്നെ വായിക്കും. മാർത്ത ശുശ്രൂഷ ചെയ്തു. അപ്പോൾ എന്തുണ്ടായിരുന്നു? വിശ്വാസത്തിൻ്റെ വേല ആർക്കുണ്ടായിരുന്നു? മാർത്തയ്ക്കുണ്ടായിരുന്നു.
വെറുതെ കണ്ട് പറഞ്ഞ് ഹലോ പറഞ്ഞ് പോവല്ലായിരുന്നു. ആ കർത്താവിന് ശിഷ്യന്മാർ അവിടെ ശുശ്രൂഷ ചെയ്തു. വിശ്വാസത്തിൻ്റെ ഒരു വേലയുണ്ടായിരുന്നു. മാർത്ത ശുശ്രൂഷ ചെയ്ത് കുഴങ്ങിയെന്നാണ് സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്നത്. കുഴുങ്ങി അല്ലേ, വേല ചെയ്തിട്ട് ശരിക്കും പ്രയാസപ്പെട്ടു. അപ്പോൾ അങ്ങനെ വേല ചെയ്ത ഒരാളായിരുന്നു മാർത്ത. ഇനി അടുത്ത നോക്കിയേ. വായിച്ചതിൻ്റെ ബാക്കി കുറച്ചൊന്ന് വായിച്ചു. അടുത്തത് ലാസർ അവനോട് പന്തിലിരുന്ന്. ആരായിരുന്നു ഈ ലാസർ? മരിച്ച് 4 ദിവസം കല്ലറ കിടന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ആ പന്തിയിൽ വരുന്നവർ ആരെ നോക്കുക? ലാസറിനെ നോക്കുക. കഴിഞ്ഞ ആഴ്ച എവിടെ കിടക്കുമായിരുന്നു? കല്ലറ കിടക്കുമായിരുന്നു. എല്ലാവരുടെ നോട്ടം എങ്ങോട്ടായിരിക്കും? ലാസർ അവരുടെ പന്തിയിലിരുന്നു. 11-ാം അധ്യായത്തിൽ നിന്റെ സ്നേഹിതൻ ലാസർ മരിച്ചു, അടക്കിയിട്ട് 4 ദിവസമായി, നാറ്റം വെച്ചു. ഒരാഴ്ച കഴിഞ്ഞു. നാട്ടുകാരെല്ലാം കണ്ടതാ ലാസർ മരിച്ചടക്കപ്പെട്ട. ആ ലാസർ ഇപ്പോൾ എവിടെ ഇരിക്കുക? പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയുടെ സ്ഥിരത എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആരായിരുന്നു? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നാറ്റം വെച്ച അവസ്ഥയിലായിരുന്നു. അന്ന് ആ പന്തിയിൽ വന്ന് ലാസറിനെ കാണുന്ന പോലെ നമ്മളെ കാണണം. ഇവൻ ആരായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ? ഇപ്പോൾ തോണ്ട് എന്തോ ഒരു വ്യത്യാസമാണെന്ന് നോക്കിയേ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. വിശ്വാസത്തിൻ്റെ വേല ഒരു വശത്ത്, പ്രത്യാശയുടെ സ്ഥിരത. നേരത്തെ എങ്ങനെ ജീവിച്ച ഒരാളാണ്, ഇപ്പോഴോ എന്ത് സാക്ഷ്യമാണ്. അവരുടെ കുടുംബജീവിതത്തിൽ എത്ര വിശുദ്ധിയാണ്, വ്യക്തിപര ജീവിതത്തിൽ എത്ര വിശുദ്ധിയാണ്, അവർക്ക് പ്രാർത്ഥന എത്രമാത്രം ഉറ്റിരിക്കുന്നു, അവർ കർത്താവിനെ സാക്ഷിക്കുന്നു. പ്രത്യാശയുടെ സ്ഥിരത. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ഒരു കൂട്ടം. പ്രത്യാശയുടെ സ്ഥിരത. ഇനി അടുത്തത് നോക്കിയേ. കാലിൽ പൂശി കാൽ നിവർത്തി നിറഞ്ഞു. ആ 300 വെള്ളിക്കാശിൻ്റെ തൈലമായിരുന്നു മറിയ. അതാണ് സ്നേഹത്തിൻ്റെ പ്രയത്നം. 300 വെള്ളിക്കാശ്. ഒരു വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരാളുടെ കൂലിയാണ്. നമ്മളെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് സുവിശേഷങ്ങൾ. അത് ഇപ്പം ഞാൻ എടുക്കുന്നില്ല. ഒരു ദിവസത്തെ ഒരു ജോലിക്കാരൻ്റെ കൂലിയാണതാ 1 വെള്ളിക്കാശ്. അപ്പോൾ 300 വെള്ളിക്കാശ് മിച്ചം. ഒരു സഹോദരി 300 വെള്ളിക്കാശ് വെച്ചാൽ എത്ര വർഷം ജോലി ചെയ്യണം? 300 ദിവസം ചെയ്താൽ പറ്റുമോ? ചാപ്പാടിന് വേണ്ടായോ? വീട്ടുകാരൊക്കെ വേണ്ടായോ? വീട്ടിലെ കാര്യമെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എത്ര കാണും? അപ്പോൾ ഒരു 3-4 വർഷമെങ്കിലും ചെയ്താൽ 300 വെള്ളിക്കാശ് ഉണ്ടാകുന്നുണ്ട്. ആരും പറഞ്ഞിട്ടില്ല. അവളങ്ങ് സമർപ്പിക്കുക. അതാ സ്നേഹത്തിൻ്റെ പ്രയത്നം. വിശ്വാസത്തിൻ്റെ വേല. ഈ വിശ്വാസം നമ്മൾ വർദ്ധിച്ചു വരണമെന്ന്. വിശ്വാസത്തിൽ വർദ്ധിച്ചു വരിക. വിശ്വാസത്തിൻ്റെ വേല ഉണ്ടായിരിക്കണം. അതിൽപ്പറ്റി നമ്മൾ എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരിക. അതിനാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മരണാനന്തര പ്രത്യാശയുടെ ഹൃദയം നിറയുന്നത്. നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ള സമയമുണ്ട്. ഇല്ല, ഇന്ന് ഇവിടെ നിർത്താം. ഇന്നൊക്കെ പോകണ്ടേ? എന്നാൽ ഒരെണ്ണം നമുക്കത് പറയാം. നോക്കട്ടെ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യം. ഈ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരിക എന്ന് പറയുമ്പോൾ ആവശ്യമില്ല. പോരുന്നുവല്ലോ. ഇനി അടുത്തത്. സഹോദരപ്രീതി അധികം വർദ്ധിച്ചു വരുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ വേല തികയുന്നത്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ കുറവ് തീരുന്നത് എങ്ങനെയാണ്? സഹോദരപ്രീതി വർദ്ധിച്ചു വരിക. സഹോദരന്മാരെ കുറിച്ചൊരു പ്രീതി, കൂട്ടു സഹോദരങ്ങളെ കുറിച്ചൊരു പ്രീതി ഉണ്ടാകുക. അങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാം മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം നോക്കിയേ. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ചെന്നു ശ്രുതിയായി കൂടി പ്രസ്താവിച്ചു. കൊണ്ടുവന്നു. ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസത്തിന്റെ വേല കണ്ടു. അപ്പോൾ കർത്താവ് ശ്രദ്ധിക്കുക, നമ്മൾ എന്തെങ്കിലുമൊക്കെ വിശ്വാസത്തിന്റെ വേല ചെയ്യുന്നുണ്ടോ? യേശു അവരുടെ വിശ്വാസം കണ്ടു. എന്താ? കർത്താവ്
കഫർനഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. അപ്പോൾ വാതിൽക്കൽ ഇടാൻ അനേകർ വന്നു കൂടി അവനോട് വചനം പ്രസംഗിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അങ്ങോട്ട് അടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ യേശു അവരെന്ത് ചെയ്തു? വീടിൻ്റെ മേൽപ്പുര, ഇന്ന് മേൽപ്പുര വിളിച്ചാൽ നമ്മുടെ ഒന്നും വീടിൻ്റെ കോൺക്രീറ്റ് അടിച്ച് ചേർക്കുന്ന പോലൊന്നും അല്ല. അവിടുത്തെ വീടിൻ്റെ സംവിധാനം അങ്ങനെ, അവിടെ പോയി കണ്ടവർക്കറിയാം. ഫ്ലെക്സിബിൾ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. അത് തുറന്നിട്ട് അതിൽ കൂടി അവരെന്ത് ചെയ്തു? പക്ഷപാതക്കാരെ കിടക്കയോടെ, ഇപ്പോൾ ഒരു ബെഡിൽ ഒരാളിനെ കൊണ്ടുവന്ന് ആൾ നിറഞ്ഞിരിക്കുന്നു, അങ്ങോട്ട് ഒരു കട്ടിലും കൊണ്ട് പറയാൻ പറ്റുമോ? അപ്പോൾ അവരെന്ത് ചെയ്തു? മേൽപ്പുര പൊളിച്ചെന്ന് പറഞ്ഞാൽ ഇടിച്ചു തകർത്തുമെന്നല്ല, ഫ്ലെക്സിബിളായിരുന്നു. അത് മാറ്റിയിട്ട് അതിലൂടെ ഇറക്കി വെച്ചു. അപ്പോഴാണ് യേശു അവരുടെ വിശ്വാസം കണ്ടു. അവൻ സൗഖ്യം കൊടുത്തു. നമ്മുടെ വിശ്വാസം നോക്കുക കർത്താവ്. നമ്മുടെ സഭയിലൊക്കെ മറ്റുള്ളവരെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ രാവും പകലും ഇടപെടാതെ താല്പര്യത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? യേശു ക്രിസ്തു ഇങ്ങനെ നോക്കുക. ഒരുത്തനെങ്കിലും ഉണ്ടോ? നോക്കുന്നുണ്ടോ കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരെയും പ്രവർത്തിക്കുന്നവരെയും? നമുക്ക് യെഹെസ്കേലിൻ്റെ പ്രവചനം 22-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യം നോക്കിയാൽ കർത്താവ് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട്, യെഹെസ്കേൽ 22:30 ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവരെ കർത്താവ് നോക്കുവോ? യെഹെസ്കേൽ 22:30 ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം ഒരു മതിൽ കെട്ടി അന്വേഷിച്ചു. കണ്ടോ? ദൈവം നീതിമാൻ ന്യായം നടത്തും. അപ്പോൾ അവിടെ ദൈവം പറയാണ്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടത് ഒരു മതിൽ കെട്ടി എൻ്റെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പുരുഷനെ ഞാൻ നോക്കി. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ദൈവരാജ്യ സമൂഹ നിലയിലാണ് ദൈവം ഇസ്രായേൽ മക്കൾ ഇടപെട്ടത്. ഒരു ദൈവരാജ്യ സമൂഹമായിരുന്നു. ഇന്നോ സഭയാണ്. അപ്പം സഭയിലെ ദൈവം ന്യായം നടത്താതിരിക്കാൻ ഒരാളെങ്കിലും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? കർത്താവ് നോക്കുക. ഇപ്പോൾ ഒരാൾ തെറ്റിപ്പോയാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവരെ മടക്കി കൊണ്ടുവരുവാൻ ഒരു പുരുഷനെ ഞാൻ നോക്കി. ആ കാലത്ത് ആരെ നമ്മുടെ സഭയൊക്കെ വെച്ച് കർത്താവ് നോക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടോ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ? ഉണ്ടെങ്കിൽ അത് നോക്കി കർത്താവ് സഭയെ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരിക. നമ്മൾക്ക് വിശ്വാസികളാണ്, രക്ഷിക്കപ്പെട്ടവരാണ്. ആ വിശ്വാസത്തിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരേണ്ടത് ആവശ്യം. അതുപോലെ നീതിയിൽ കവിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ആ വിധത്തിൽ ജീവിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുന്നത്. പ്രത്യാശയുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹത്തിൻ്റെ പ്രയത്നവും പിന്നെ പ്രത്യാശയുടെ സ്ഥിരത. പേർ വിളിക്കുന്ന നേരം കാണും. ശോഭയുള്ളൊരു നാടുണ്ടൊക്കെ കാണാം. ഞാനത് വിശ്വാസത്താൽ കാണുക. അങ്ങനെ പോകുന്നവരുടെ കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നോ? നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നിങ്ങൾ കൊള്ളരാത്തവരല്ല. കഴിഞ്ഞ ഒരാഴ്ച കർത്താവിനെ എന്തൊക്കെ ചെയ്തു? കൊള്ളരാത്തവരല്ലെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക. നിങ്ങൾ ദൈവം എടുത്ത് ഉപയോഗിച്ചോ? എന്നെ ഉപയോഗിച്ചോ? നിങ്ങളെ ഉപയോഗിച്ചോ? കൊള്ളരാത്തവരെന്ന് പറഞ്ഞാൽ പാഴായി പോകുന്ന ഈ വാഹനമൊക്കെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ പറയും, സാറേ ഈ പാഴ്സിനെ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല, യൂസ്ലെസ്. നമ്മളൊക്കെ ഒരാഴ്ച യൂസ്ലെസ് ആയിരുന്നോ? യൂസ്ഫുൾ ആയിരുന്നു. ഉപയോഗിച്ചോ ദൈവം? അത് ഉപയോഗിക്കായിട്ടേക്കുമായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച നമ്മളെ ദൈവം എടുത്ത് ഉപയോഗിച്ചോ? ഉപയോഗിച്ചില്ലയോ? സഭയ്ക്ക് വേണ്ടി ദൈവം എടുത്ത് ഉപയോഗിച്ചോ? സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം എടുത്ത് ഉപയോഗിച്ചോ? പ്രാർത്ഥനയുടെ കാര്യത്തിൽ ദൈവം എടുത്ത് ഉപയോഗിച്ചോ? ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾ കൊള്ളരാത്തവരല്ല. യേശു ക്രിസ്തു നിങ്ങളിൽ ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു എത്ര ബൈബിൾ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് സംസാരിക്കുക. വലിയ സാഹിത്യമൊന്നും നമുക്ക് ആവശ്യമില്ല. ഇങ്ങനെ വചനത്തോട് ചോദിക്കുക. ചോദിച്ചാൽ നമ്മളോട് സംസാരിക്കുക. അപ്പോൾ നമ്മുടെ ബുദ്ധിയെ തുറക്കും, നമ്മുടെ കണ്ണ് തുറക്കും. എന്ത് ചെയ്യണം? കർത്താവെ എന്നെ താഴ്ത്തി ഏൽപ്പിക്കുക. എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം, ചെറിയ കാര്യം നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് പ്രാർത്ഥിക്കുക, അവരെ ഉത്സാഹിപ്പിക്കുക, പ്രാർത്ഥന വിറ്റിരിക്കുക. എൻ്റെ കൂടെ അപ്പം മുറിക്കുന്ന സഹോദരങ്ങൾ അവർ ആത്മീയമായിട്ട് വളരണം. ഞാനും പ്രയോജനങ്ങളൊന്നും മറച്ചു വയ്ക്കാതെ വീട് തോറുവാണേലും വേണ്ടിയില്ല, പരസ്യമായിട്ടാണേലും വേണ്ടിയില്ല, ഞാൻ നിങ്ങളോട് അറിയിച്ചില്ലയോ നിങ്ങളുടെ മധ്യ ഞാൻ എങ്ങനെ ഇരുന്നത്? വളരെ താഴ്മയോടും കണ്ടുകൊണ്ടിരിക്കുന്ന ആരോടില്ല ആരും വഴക്കിടുവോ? ഒരു സഹോദരി താഴ്മയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ആ സഹോദരൻ ആരെങ്കിലും വഴക്കിടുവോ? വളരെ താഴ്മയോടും കണ്ണുനീരോടും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സംസാരിക്കുന്ന സഹോദരന്മാർ സഭയിലുണ്ടെങ്കിൽ ആ സഭ മരുഭൂമിയിൽ ഒരു മരുപ്പച്ചയാണ് അല്ലേ? ഈ മരുഭൂമി എന്ന ജീവിതത്തിൽ സഭ ഒരു ലോകത്തേക്കാൾ കൂടുതൽ ഇത് മരുഭൂമിയായി പോയാലോ, ലോകത്തിലുള്ള ആശ്വാസം പോലും സഭയില്ലാതെ വന്നാലോ,
ലോകത്തില്ലാത്ത വഴിയൊക്കെ സഭയ്ക്കകത്ത് വന്നാലോ ഇത് മരുപ്പച്ചയായിരിക്കണം. ആശ്വാസത്തിൻ്റെ അതിനെന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്ന സഹോദരിമാർ, പ്രാർത്ഥിക്കുന്ന സഹോദരന്മാർ, താഴ്മയുള്ളവർ, വിശ്വാസികളെ ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ. അങ്ങനെ നമുക്ക് ഒന്നിച്ചു കൂടിയാൽ ഈ സഭയുണ്ടല്ലോ, മേൽക്കുമേൽ ഇതിൻ്റെ അതിന് കർത്താവ് വിസ്താരമാക്കി തരുമെന്ന് സന്തോഷം കൊണ്ട് നിറയും. അപ്പോൾ സഹോദരന്മാരോട് ഉത്സാഹം ഉണ്ടാകും, പ്രാർത്ഥനകാരെ ഉത്സാഹം ഉണ്ടാകും, തമ്മിൽ കാണാൻ ഉത്സാഹം ഉണ്ടാകും. ഒന്നിച്ചു കൂടുക, നമ്മുടെ ഹൃദയം പകരുക, നന്ദിയുള്ള ഹൃദയം പകരുക. ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ നോക്കിയത് നിങ്ങളോട് എന്തിനാ? നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകുക, ഷെയർ ചെയ്യുക. അതാ സഹോദരൻ, ലളിതമാണ്. നമുക്കങ്ങനെ ദിവസം നമ്മളെ സമർപ്പിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തട്ടെ.